മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, അസ്റായീലേ, എനിക്കൊരാഗ്രഹമുണ്ട് അസ്റായീലേ, എനിക്കൊരാഗ്രഹമുണ്ട് അസ്റായീലേ, എന്റെ ജീവിതത്തിൽ എനിക്കൊരാഗ്രഹമുണ്ടെന്ന് സാധിപ്പിച്ചു തരാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ അസ്റായീലേ. അസ്റായീൽ പറഞ്ഞു, എന്താ നബി നിങ്ങളുടെ വല്ലാത്തൊരാഗ്രഹം? എന്താ നബിയെ നിങ്ങളുടെ ആഗ്രഹം? മഹാനായ പ്രവാചകൻ പറയുകയാ, അക്രമികളായ ആളുകളുടെ റൂഹിനെ പിടിക്കുന്ന, പടച്ചവനെ പേടിയില്ലാത്ത ആളുകളുടെ റൂഹിനെ പിടിക്കുന്ന ഹയ്യാലൽ സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ്, പള്ളിയിൽ നിന്നും ബാങ്കിന്റെ ധ്വനിമുടങ്ങുമ്പോ അതിന് മറുപടി കൊടുക്കാതെ അധമന്മാരായിട്ട് ജീവിച്ച ആധാരംബികതയുടെ പ്രസരത്തിൽ, അതേ അതിപ്രസരത്തിൽ ആധുനാധുനികതയുടെ പളപളപ്പിൽ കിടന്നു നട്ടം തിരിഞ്ഞ് ഏതാണ് പ്രകാശം ഏതാണ് ഇരുളെന്നറിയാതെ ഗർത്തങ്ങളിലേക്ക് അകപ്പെട്ടു പോയ മനുഷ്യരുണ്ടല്ലോ, കൽബ് കറുത്തുപോയ മനുഷ്യരുണ്ടല്ലോ, പടച്ചവനെ പേടിയില്ലാതെ ജീവിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന കോലത്തെക്കുറിച്ച് ഞാൻ അസ്റായീലെ കേട്ടിട്ടുണ്ട്. വല്ലാത്തൊരു കോലമാണ്, വല്ലാത്ത പേടിക്കപ്പെടേണ്ട ഒരു കോലമാ. അതൊന്നും കാണാൻ ഒരാഗ്രഹമുണ്ട് അസ്റായീലെ. അസ്റായീലെ, ആ കോലം എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ ആ രൂപത്തിൽ എനിക്കൊന്ന് നിന്ന് വരുമോ? അസ്റായീൽ പറഞ്ഞു, നല്ല പരിപാടിയായി പോയി, ഞാൻ കരുതി വേറെ എന്തോ സംഭവമാണ്. നബിയെ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റൂല നബിയെ, വേറെ എന്തെങ്കിലും പറ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഇല്ല, നിങ്ങളെ കൊണ്ട് പറ്റൂല, ഒരു തമാശ പോലെയാണ്. മഹാനായ 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 ഖാബിലുൽ അർവാഹ് പറയുകയാണ്, ഇല്ല നബിയേ, നിങ്ങൾ പ്രവാചകനാ, പവറുള്ള ആളാ, പക്ഷേ നിങ്ങളുടെ നേത്രങ്ങൾക്കത് താങ്ങൂല നബിയേ, താങ്ങൂല. അല്ല അസ്റായീലെ, എനിക്കൊരാഗ്രഹമില്ലടോ, നിന്നോട് ഞാൻ പറയാൻ പറഞ്ഞിട്ടല്ലേ പറഞ്ഞു, നീ ഇപ്പൊ കാല് വാരരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ അങ്ങോട്ട് തർക്കമായി. അവസാനം സമ്മതിച്ചു. എന്താ ചെയ്യാ, ഒരു നിവൃത്തിയില്ലല്ലോ, പ്രവാചകനല്ലേ. നബിയേ നബിയേ നബിയേ, നിങ്ങളുടെ കണ്ണുകളും നടക്കൂ നബിയേ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ണടക്കാറ് പറഞ്ഞപ്പോ കണ്ണ് ചിമ്മി അടക്കുകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. കണ്ണങ്ങടച്ചു. ഒരല്പസമയം കഴിഞ്ഞപ്പോ രൂപമൊക്കെ അങ്ങ് മാറിയിട്ട് പറയുന്നു, ഒന്ന് കണ്ണു തുറക്കൂ നബിയേ. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി എന്ന അല്ലാഹുവിന്റെ ഖലീൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബിയുടെ കണ്ണു തുറന്നപ്പോ കണ്ട കാഴ്ച ഒരൊറ്റ നോട്ടമേ നോക്കിയിട്ടുള്ളൂ. ബോധം കെട്ട് താഴെ വീണു, ബോധമില്ലാതെ താഴെ വീണുപോയി. അല്പസമയം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, കോലമൊക്കെ പഴയ രൂപത്തിലേക്ക് മാറിയതിനു ശേഷം അതാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനെ തട്ടിയുണർത്തുമ്പോ വിളിച്ചുണർത്തുമ്പോ ആ വിളിയിൽ നിന്നും കേട്ടുണർന്നുകൊണ്ട് ബോധാവസ്ഥയിലേക്ക് വന്ന പ്രവാചകന്റെ വാക്കുകൾ, അതാണ് വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവം. ആ വാക്കൊന്ന് ചിന്തിക്കണം. എന്താണ് ബോധത്തിലേക്ക് വന്നിട്ട്, ബോധക്കേടൊക്കെ മാറി ബോധത്തിലേക്ക് വന്നിട്ട് ഇബ്രാഹിം നബി ഈ മലക്കിനോട് പറഞ്ഞെന്താണെന്നറിയോ? അസ്റായീലേ, അസ്റായീലേ, എന്തിനാ അസ്റായീലേ ഈ കാട്ടാളന്മാർക്കും ഈ വലിയ പടച്ചവനെ പൊടിയില്ലാത്ത ഈ പറയപ്പെട്ട ആളുകൾക്കും ഇനി നരകത്തിന്റെ ആവശ്യമുണ്ടോ? നരകത്തിലിടേണ്ട കാര്യമുണ്ടോ? അവിടെ അവർക്ക് എന്തിനാ വേറെ ശിക്ഷ? അവർക്ക് ഖബറിൽ വേറെ ശിക്ഷ കൊടുക്കണോ? അവർക്ക് വേറെ അദാബ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെ കഥയും ചരിത്രമൊന്നുമല്ല ഇത് താളം പിടിക്കാൻ കോമഡി ഷോയ പാട്ടൊന്നുമല്ല. വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. മറക്കണ്ട. അസ്റായീലിനെ കാണുന്നൊരു രൂപമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നീ ചിന്തിക്കുന്നതെന്താ? ഉസ്താദേ, നിങ്ങൾ ഞങ്ങളെ എങ്ങനെ ഭയപ്പെടുത്തിയാലും ഞങ്ങളെ കൽപ്പനവുമില്ല. കാരണം ഒരുപാട് ഹൊറർ ഫിലിംസുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പേടി തീർത്തവരാ.